இடத்துல ஊழியம் செய்த போது ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ ஒரு பொண்ணுக்கு பிசாசு பிடிச்சிருந்துச்சு. ഒരു പെൺകുട്ടിക്ക് പിശാച് പിടിച്ചു. அது என்னுடைய ஊழியத்தின் ஆரம்ப காலம். അതെന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയമായിരുന്നു. எனக்கு அப்ப பிசாசு துரத்துறதுன்னு ரொம்ப இன்ட்ரெஸ்ட். யாராவது வராதான்னு காத்துக்கிட்டே இருப்பேன். അപ്പോൾ പിശാച് സംബന്ധിച്ച് എനിക്ക് വളരെ താല്പര്യമുള്ള സമയമായിരുന്നു. ആരെങ്കിലും വരുന്നില്ലയോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. யாராவது பிசாசு பிடிச்சிட்டு வந்தா ரொம்ப சந்தோஷம். ആരെങ്കിലും പിശാച് പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ നല്ല സന്തോഷമാണ്. இப்ப இல்ல, அப்ப. ഇപ്പോഴല്ല, അപ്പോ. கர்த்தருக்கு ஸ்தோத்திரம். ദൈവത്തിന് സ്തോത്രം. அப்போ ஒரு பொண்ணுக்கு 5 பிசாசு பிடிச்சிருந்துச்சு. അപ്പൊ ഒരു പെൺകുട്ടിക്ക് 5 പിശാചിന്റെ ബാധയുണ്ടായി. அதுக்கு പേര് സെൽവി. അതിന്റെ പേര് സെൽവി എന്നാണ്. அவங்க புருஷன் யாரும் രക്ഷിക്കപ്പെടില്ല. അവരെ ഭർത്താവ് ആരും രക്ഷിക്കപ്പെട്ടില്ല. அப்ப ഫെയ്ത്തം കൊണ്ടുവந்தாங்க. ഫെയ്ത്തോമിലേക്ക് വന്നു. ആള് എളുമമാർதான் இருக்கும். അടിച്ച് പിന്നീടും ഒவ்வொருத்தரையும். ആള് കിட்ட யாரும் போக முடியாது. ആള് വളരെ ലോല ശരീരമുള്ളതാണ്. എന്നാൽ ശക്തി വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അടിച്ച് തകർക്കുന്ന രീതിയിലാണ്. 10 ആമ്പളെ ഒരേ നിലത്ത് അടിച്ചു തൂക്കി പോട്ടും. ഒരു സമയം കൊണ്ട് 10 പുരുഷന്മാരെയാണ് അടിച്ച് താഴെയിട്ടത്. ரொம்ப மோசமான ആളുതാ. അപ്പോൾ വളരെ മോശമായ വ്യക്തിയാണ്. അല്ല ഞാൻ വെച്ച് ജപിച്ചിട്ട് ഇരുന്നேன். എന്നാലും ഞാൻ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ என்ன நடந்தது? ഒരു ദിവസം എന്ത് സംഭവിച്ചു? കാത്തിരിപ്പ് കൂട്ടം നടந்துச்சு. കാത്തിരിപ്പ് യോഗം നടക്കുന്നു. പിന്നാലെ ഉட்கார വെച്ച വിശ്വാസികളെ അടിച്ചു പോട്ടും. அதனால பெரியக்கா பக்கத்துல உட்கார வச்சிட்டேன். പുറകെ വെച്ച് പെരിയക്കാവും ധൈര്യമാ വെച്ചിട്ടാங்க പക്കത്തില്. പുറകിൽ വെച്ച് വരുന്ന വിശ്വാസികളെ അടിക്കുമെന്ന് വിചാരിച്ച് മദറിന്റെ അടുക്കൽ വെച്ചു. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തത്തെ കുറിച്ച് നല്ല ഒരു പാട്ട് പാടി. യേശുവിന്റെ രക്തത്തെ പറ്റി നല്ലൊരു പാട്ട് പാടി. പാടും നല്ല ഒരു അഭിഷേകം വന്ന് ഇറങ്ങിச்சு. പാടുമ്പോൾ നല്ലൊരു അഭിഷേകം വന്നിറങ്ങി. ഉടനെ ഞാൻ ഇതാൻ ചാൻസ് എളുമ്പി പോയി அந்த பொண்ணு மேல தலையில കൈ വെച്ചேன். നല്ലൊരു അവസരം എന്ന് ചിന്തിച്ച് ഞാൻ എഴുന്നേറ്റ് പോയി ആ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചു. ജപിച്ച് അതട്ടിട്ട് വന്നിട്ടேன். ആ പിശാചിനെ ശാസിച്ചിട്ട് ഞാൻ വന്നിരുന്നു. വന്നിരുന്നപ്പോൾ സട്ടയെല്ലാം രക്തം. എന്റെ വസ്ത്രത്തിൽ രക്തം. എന്റെ ജുബ എല്ലാം രക്തം. ഇങ്ങനെ തളിച്ചതുപോലുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ ശരീരം നല്ല പോലെയുണ്ട്. ശരീരത്തിൽ എന്ത കായമില്ല. ശരീരത്തിൽ യാതൊരു മുറിവുമില്ല. ശരീരത്തിൽ എന്ത കായമില്ല. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരു മുറിവില്ല. എന്നാൽ ജുബായിൽ രക്തം തളിച്ചതുപോലെയുണ്ട്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യോഗം കഴിഞ്ഞു. എങ്ങനെ ഈ രക്തം വന്നു? എനിക്ക് ഭയങ്കരമായ ആശ്ചര്യമുണ്ടായി. എന്താണ് സംഭവിച്ചത്? എന്തോ നടന്നിട്ടുണ്ടല്ലോ. ആ പെൺകുട്ടി വന്നു. അത് പറയുന്നു, യേശു കൂടെ ഇരിക്കാറ്. യേശുവിനോട് ഇരിക്കുന്നല്ലോ. തലയിലെ കൈ വെച്ച. എന്റെ തലയിൽ കൈവച്ചല്ലോ. അടിച്ച് നിമിത്തിരുപ്പേ. ഇല്ലെങ്കിൽ നിന്നെ അടിച്ചു തകർത്തേനെ. ഞാൻ നിന്നെ തൊടാതിരിക്കേണ്ടതിന് യേശു ഓ മേലെ രക്തത്തെ തെളിച്ചിട്ടാரு. യേശു നിന്റെ മേലാണ് രക്തം തെളിച്ചത്. യേശു ഓ മേലെ രക്തത്തെ തെളിച്ചാണ് அந்த பொண்ணு சொல்லுது. യേശു നിന്റെ മേൽ രക്തം തളിച്ചെന്ന് ഈ പെൺകുട്ടിയാണ് എന്നോട് പറയുന്നത്. பாருங்க, ரொம்ப நாளா அந்த Dress-ஐ துவைக்காம அப்படியே வச்சிருந்தேன். ഞാൻ നോക്കുക, ഒത്തിരി നാള് ഈ ഉണ്മയുള്ള രക്തം, ഉണ്മയുള്ള യേശുവിൻ രക്തം, യഥാർത്ഥമായി സത്യമായി ഉயிருള്ള യേശുവിൻ രക്തം, യേശുവിന്റെ ജീവനുള്ള രക്തം, കായ്തു പോകാതെ ഈരമുള്ള രക്തം, ഉണങ്ങി പോകാതെ അത് ഇന്നും നനവുള്ള രക്തമാകുന്നു. ഇന്നും അത് ഈരമുള്ള രക്തമാகவே இருக்கிறது. ഇന്നും അത് നനവുള്ള രക്തമായിരിക്കുന്നു. அந்த രക്തം பாதுகாப்பை கொடுக்கிறது. ഈ രക്തം നമുക്ക് സൂക്ഷിപ്പേ നൽകുന്നു. അത് சொல்லுது, പറയുന്നു, நான் உன்னை தொடாம இருக்கிறதுக்கு ഞാൻ നിന്നെ തൊടാതിരിക്കേണ്ടത് യേശുമി ഓ മേലെ രക്തത്തെ തെളിച്ചിട്ടാரு. യേശു ദൈവം അത് നിന്റെ മേലാകുന്നു രക്തം തെളിച്ചത്. അവരുടെ രക്തം നമുക്ക് ഒരു മറവ്, ഒരു പാത, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവിക പാതുകാപ്പ്. ആകയാൽ യേശുവിന്റെ രക്തം നമുക്ക് ദൈവിക സുരക്ഷ നൽകുന്നത് ഒരു മറവിടമാകുന്നു. മായയാണ് இந்த മറവിടത്തിലിருந்து, ഈ വ്യാജമായ മറവിടത്തിൽ നിന്ന് യേശുവിൻ പുണ്യ രക്തം, യേശുവിന്റെ പരിശുദ്ധ രക്തം ഒരു മനുഷ്യനെ വിടുതലയാക്കി, ഒരു മനുഷ്യനെ വിടുതൽ നൽകി അവനെ ആണ്ടവരുടെ രക്തത്തിൻ മറവിക്കുള്ള കൊണ്ടുവരുகிறது. കർത്താവിന്റെ രക്തമാകുന്ന മറവിടത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. അവരുടെ അരുമയാനവരുടെ പാതുകാക്കും രക്തத்துக்காக ഒരു നിമിഷം സ്തോത്രം பண்ணுங்க. തന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നമ്മെ സൂക്ഷിപ്പിന്റെ രക്തത്തിനായി ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എവള് உங்களுக்கு அது மேன்மை தெரியல. ഇതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു നാൾ ഞായർ ആരാധന നടന്നിട്ട് ഇരുந்துச்சு. ഒരു ദിവസം ഞായറാഴ്ച സഭ നടക്കുകയായിരുന്നു.
ஒரு பிசாசு எழுமி நின்னு சொல்லுது, ഒരു പിശാച് എഴുന്നേറ്റ് എന്ന് പറയുന്നു, ஏசு ரத்தம் சொல்றீங்க, യേശുവിന്റെ രക്തം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, அந்த ரத்தத்தின் விலை உங்களுக்கு தெரியுமா? ആ രക്തത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ஒரு செய்வினை பிசாசு சொல்லுது. ഇപ്രകാരം ആഭിചാരത്തിനാൽ ഉണ്ടായ ഒരു പിശാച് പറയുന്നു, ஏசு ரத்தம் சொல்றீங்க, യേശുവിന്റെ രക്തം എന്ന് പറയുന്നല്ലോ, அந்த ரத்தத்தின் விலை உங்களுக்கு தெரியுமா? ആ രക്തത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവോ? பிசாசு சொல்லுது. ഇത് പറയുന്നത് പിശാചാണ്. பிசாசு சொல்லுது. അതേ പിശാച് പറയുന്നു, ரட்சிப்புன்னு சொல்றீங்க, രക്ഷ എന്നൊക്കെ പറയുന്നല്ലോ, அந்த ரட்சிப்பினுடைய விலை உங்களுக்கு தெரியுமா? ഈ രക്ഷയുടെ വില എന്തെന്ന് നിങ്ങൾ അറിയുന്നു? உனக்கும் எனக்கும் தெரியுதா இல்லையா? பிசாசுக்கு தெரியும். നിനക്കോ എനിക്കും അറിഞ്ഞില്ലയോ? പക്ഷേ പിശാചിന് അറിയാം. அந்த ரத்தத்தின் விலை பிசாசுக்கு தெரியும். ആ രക്തത്തിന്റെ വില എന്നത് പിശാചിന് നല്ലവണ്ണം അറിയാം. இயேசுவின் ரத்தத்தின் விலை பிசாசுக்கு தெரியும். യേശുവിന്റെ രക്തത്തിന്റെ വില പിശാചിന് നല്ലവണ്ണം അറിയാം. இயேசு ரத்தத்தின் மூலமாய் உனக்கு கிடைத்திருக்கிற ரட்சிப்பின் விலை உனக்கு தெரியுதா? எனக்கு தெரியுதா இல்லையா? பிசாசுக்கு தெரியும். യേശുവിന്റെ രക്തം മുഖാന്തരമായി നാം പ്രാപിച്ചിരിക്കുന്ന ഈ വലിയ രക്ഷ അത് നിനക്കും എനിക്കും അറിഞ്ഞില്ലയോ? வல்லமையுண்டு உண்டு அற்புத வல்லமை இயேசுவின் ரத்தத்தில். வல்லமையுண்டு உண்டு அற்புத வல்லமை ஆட்டுக்கோட்டின் ரத்தத்தில். ஹல்லேலூயா. நான் வெறும் பிரசங்கமா செய்யறேன்னு நினைக்காதீங்க. ഞാൻ ഇതൊരു പ്രസംഗമായി പറയുന്നു എന്ന് ചിന്തിക്കരുത്. நேற்று இரவு நான் ட்ரெயின்ல வரும்போது ഇന്നലെ രാത്രി ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ ஒரு சொப்பனம் கண்டேன். ഒരു സ്വപ്നം കണ്ടു. അതിൽ எனக்கு தெரிஞ்ச சில பரிசுத்தவான்கள் മഹിമയ്ക്കുള്ള ഉള്ള പോறாங்க. എനിക്ക് അറിയാവുന്ന ചില വിശുദ്ധന്മാർ മഹത്വത്തിനുള്ളിലേക്ക് പോയി. அவங்க அந்த மகிமைக்குள்ள உள்ள என்டர் ஆகும்போது അവർ ആ തേജസ്സിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ இயேசுவின் ரத்தம் அங்க அறிவிக்கப்படுகிறது. യേശുവിന്റെ രക്തം അവരോട് പറഞ്ഞത് മുതൽ அந்த ரத்தம் இவங்களும் சொல்றாங்க, அந்த ரத்தத்தின் சத்தம் கேட்ட ரத்தம் அவங்களை அப்படியே மறுரூபமாக்குது. യേശുവിന്റെ രക്തമെന്ന് വരും പറയുന്നു, ആ രക്തം അവർക്ക് ഒരു രൂപാന്തരം നൽകുന്നു. அந்த ரத்தத்துடைய சத்தம் கேட்ட மாத்திரத்தில் அப்படியே டிரான்ஸ்ஃபார்மேஷன் ஆகுறாங்க. ആ യേശുവിന്റെ രക്തമെന്നുള്ള ശബ്ദം അവിടെ ധ്വനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നു. அப்படியே யோசித்து ஆண்டவருடைய ரத்தத்தினுடைய வல்லமையை பாருங்க. ഞാൻ അപ്പോൾ ചിന്തിച്ചു, യേശുവിന്റെ രക്തത്തിൽ இருக்கிற ജീവനെ பாருங்க. യേശുവിന്റെ രക്തത്തിലെ ரத்தத்தை கையில் எடுத்துக்கொள்வாயாக. യേശുവിന്റെ രക്തത്തെ കയ്യിൽ ഏന്തുക. அது உனக்கு பாதுகாப்பு. അതത്രേ നിന്റെ സുരക്ഷ. டிவைன் ப்ரொடெக்ஷன், தெய்வீக பாதுகாப்பு. അതാകുന്നു നിന്റെ ദൈവീക സുരക്ഷ. மறுபடியும் இந்த ரத்தத்தை உயர்த்துவோமா? വീണ്ടും ഈ രക്തത്തെ നമുക്ക് ഉയർത്താമോ? ഇടിമുഴക്കം പോലെ പാടുക. ഇടിമുഴക്കമായി പാടിയാട്ടെ. രക്തത്തെ പാട പാട പാട. ഈ രക്തത്തിന്റെ ശക്തിയെ പറ്റി പാടുമ്പോൾ ഉനക്ക് ഒരു ദൈവിക പാതുകാപ്പ്. ഇന്ന് രാത്രി നിനക്കൊരു ദൈവിക സൂക്ഷിപ്പാകുന്നു. കുടുംബത്തിക്ക് പാതുകാപ്പ്. നിന്റെ കുടുംബത്തിന് ദൈവിക സുരക്ഷയാകുന്നു. പാതുകാപ്പ്. നിനക്ക് തന്നെ ഒരു സുരക്ഷയാകുന്നു. സഭയ്ക്ക് പാതുകാപ്പ്. സഭയ്ക്ക് ഒരു സൂക്ഷിപ്പാകുന്നു. പാതുകാപ്പ്. എല്ലാവർക്കും സൂക്ഷിപ്പാകുന്നു. യേശുവിൻ രക്തം ജയം. യേശുവിന്റെ രക്തം ജയം. യേശുവിൻ രക്തം ജയം. യേശുവിൻ രക്തം ജയം. நான் சொல்ல 3 முறை சொல்லுங்க, அப்புறம் இந்த பாட்டை பாட போறோம். ഞാൻ പറയുമ്പോൾ 3 പ്രാവശ്യം പറയണം, അതിനുശേഷം നാം ഈ പാട്ട് പാടാം. യേശുവിൻ രക്തത്തിൽ இருக்கிற വല്ലமை தெரியுமா? യേശുവിന്റെ രക്തത്തിൽ ഇരിക്കുന്ന ശക്തി അറിയാമോ? உன்னை பாதுகாக்கும், നിന്നെ സൂക്ഷിക്കും, உன்னை மறுரூபமாக்கும், നിന്നെ രൂപാന്തരപ്പെടുത്തും, உன்னை விடுதலையாக்கும், വിടുതൽ നൽകും, பாவியை பரிசுத்தவானாய் மாற்றும், ഭാവിയെ വിശുദ്ധനായി മാറ്റും, சாபத்தை ஆசீர்வாதமாய் மாற்றும், പാപത്തെ അനുഗ്രഹമായി മാറ്റും, வியாதியை ஆரோக்கியமாக மாற்றும், രോഗത്തെ ആരോഗ്യമായി മാറ്റും. இயேசுவின் ரத்தம் ஜெயம். യേശുവിൻ രക്തം ജയം. நான் சொல்ல எனக்கு பின்னால சொல்லுங்க. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് എനിക്ക് പിന്നെ ഏറ്റു പറയുക. இப்ப நம்ம பெந்தெகோஸ்தல ரொம்ப டீசென்ட்டா போகுது. ഇപ്പോൾ നമ്മുടെ പെന്തക്കോസ്ത് വളരെ ரொம்ப டீசென்ட்டா போயிட்டு இருக்கு. ஊழியக்காரங்க போறாங்க, விசுவாசிகள் டீசென்ட்டா போயிட்டு இருக்கு. ரொம்ப டீசென்ட். പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശുശ്രൂഷകരും വിശ്വാസികളും നല്ല ഡീസെന്റ് ആയിട്ടാണ് പോകുന്നത്. நான் இதிலே பிறந்து வளர்ந்தவன் தான். ഞാൻ ഇതിൽ ജനിച്ചു വളർന്നതാണ്. கிச்சன்ல சமைக்கும் போது ஏசு ரத்தம் ஜெய, ஏசு ரத்தம் சொல்லுவாங்க. துணி துவைக்கும் ஏசு ரத்தம் ஜெய. இப்ப அதெல்லாம் காணும். കിച്ചണിൽ ഞാൻ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ രക്തം പറഞ്ഞതാണ്. ഇല്ല, அந்த കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. തുണി നനച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ല. நான் சின்ன வயசுல இருக்கும்போது, ഞാൻ ചെറിയ പ്രായത്തിലായിരുന്നു. நான் கத்தர்கிற இதே பெந்தெகோஸ்தல பிறந்து வளர்ந்தேன். ഞാൻ കൃപയാൽ ഈ പെന്തക്കോസ്തിലാവുന്നു ജനിച്ചു വളർന്നത്. எப்போதும் ஏசு ரத்தம் ஜெய, ஏசு ரத்தம் சொல்லிக்கிட்டே இருப்பாங்க. യേശുവിന്റെ രക്തം ജയം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. துணி துவைச்சாலும் ஏசு ரத்தம் ஜெய, ஏசு ரத்தம் ஜெயம் தான். சமையல்ல சாம்பார கடைஞ்சாலும் ஏசு ரத்தம் ஜெய, ஏசு ரத்தம் ஜெயம் தான். குளிச்சாலும் ஏசு ரத்தம் ஜெயம் தான். அப்ப ஆசீர்வாதமா இருந்தாங்க. இப்ப எல்லாருக்கும் தெய்வீக பாதுகாப்பு போச்சு. இயேசுவின் ரத்தம் இல்ல. அதனாலதான் வியாதி, வாத, சாபம், கேன்சர்,
கேன்சர், கட்டி எல்லாம் வருது. ഇപ്പോൾ ഞാൻ അങ്ങനെ യേശുവിന്റെ രക്തം എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു. തുണി നനയ്ക്കുമ്പോഴും ഞാൻ അടുക്കളയിൽ സാമ്പാർ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങൾ കുളിക്കുമ്പോഴും എല്ലാം യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം നഷ്ടപ്പെട്ടു അതിപ്പോൾ പറയാതിരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തിലെ സുരക്ഷ സൂക്ഷിപ്പില്ലാതെയായി പോകുന്നു. അതിന് പകരം ഇപ്പോൾ കഷ്ടവും ബാധയും രോഗവും ക്യാൻസറും മുഴയും എല്ലാം പിടികൂടിയിരിക്കുന്നു. ക്യാൻസർ നമുക്ക് വരക്കൂടാതെ, അർബുദം നമുക്ക് വരരുത്, അത് ഒരു വാദൈ, അതൊരു ബാധ. വ്യാധി വരലാം, ആനാ സാപமாக வரக்கூடாது. രോഗം വരാം, പക്ഷേ അതൊരു ബാധയായി വരരുത്. കർത്തருக்கு സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വ്യാധി വരലാം, രോഗം വരാം, ஆனால் தேவனுடைய நியாய தீர்ப்பாய் வரக்கூடாது. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധിയായി വരരുത്. வாதை உன் கூடாரத்தை அணுகாது, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ஹல்லேலூயா. ഹല്ലേലൂയ. எப்போது இயேசுவின் இரத்தத்தை கையில் எடுத்துக் கொள்ளுங்கள். എപ്പോഴും യേശുവിന്റെ രക്തത്തെ കൈകളിൽ ഏന്തുക. எனக்கு ஊழியத்துல வருஷம் ஆனதுனால இயேசுவின் இரத்தத்தை நான் கழட்டி விட்டுற கூடாது. ഞാൻ ശുശ്രൂഷയിൽ ഞാൻ മുതിർന്നു വരുന്നവരും യേശുവിന്റെ രക്തത്തെ ഞാൻ ഉപേക്ഷിച്ച് കളയരുത്. இந்த சரீரத்தை பிரிந்து கர்த்தருடைய மகிமைக்குள்ள போற வரைக்கும் அவருடைய இரத்தம் எனக்கு தேவை. ഈ ശരീരം വിട്ട് കർത്താവിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുന്ന നിമിഷം വരെ യേശുവിന്റെ രക്തം എനിക്ക് ആവശ്യം. ചിലർ கொஞ்சம் சீனியர் ஆயிட்டா எல்லாமே போயிடும். ചിലർ അല്പം സീനിയർ ആയ சொல்றது கொஞ்சம் வெக்கமாயிடுது. പിന്നീട് യേശുവിന്റെ രക്തം എന്ന് പറയാൻ തന്നെ ലജ്ജയാണ്. സഹോദരികളെ, നിങ്ങൾ സமைക്കുമ്പോൾ യേശുരത്തം சொல்லிக்கிட்டே സமைங்க. സഹോദരിമാരെ, നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ യേശുവിന്റെ രക്തം ഏറ്റു പറഞ്ഞുകൊണ്ട് ചെയ്യുക. കുഴந்தைക്ക് പാൽ കൊടുക്കുമ്പോൾ യേശുരത്തം சொல்லிக்கிட்டே കൊടുங்க. കുഴந்தைക്ക് പാൽ കൊടുക്കുമ്പോൾ, കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. ചിലർ ഇപ്പൊ எப்படி പാൽ കുടിக்கிறாங்க പിള്ളേங்க, എല്ലാം ഗെയിംസ് பார்த்துக்கிட்டு கொஞ்சம் குடிமா அம்மா இருங்க பாத்துறேன். ഇപ്പോൾ ഗെയിംസ് പ്ലാന്റിൽ പാൽ കുടിക്കാங்க. കുഞ്ഞുങ്ങൾക്കെല്ലാം ഇപ്പോൾ പാല് കൊടുക്കുന്നത് ഓരോ ഗെയിമുകൾ കൊടുക്കും. ആ ഗെയിമുകൾ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് പാല് കൊടുക്കാൻ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഈ ഗെയിം കൂടെ കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാന്ന് പറയും. എന്നാൽ അതെല്ലാം വിടുക, യേശുവിന്റെ രക്തം എത്ര പേർ അത് വിശ്വസിக்கிறீங்க? എത്ര പേർ വിശ്വസിക്കുന്നു? യേശുവിന്റെ രക്തം ഞാൻ சொல்ல எனக்கு 3 முறை நான் சொல்ல 3 முறை எனக்கு பின்னால சொல்லணும். യേശുവിന്റെ രക്തം എന്ന് ഞാൻ 3 പ്രാവശ്യം പറയും. ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങൾ ഏറ്റു പറയണം. அதை விசுவாசிக்கிற மாத்திரம் கூட வலது கரத்தை உயர்த்துங்க. അത് വിശ്വസിക്കുന്നവർ മാത്രം വലതു കരത്തെ ഉയർത്തിയാട്ടെ. நான் சொல்ல எனக்கு பின்னால சொல்லுங்க. ഞാൻ പറയുമ്പോൾ എനിക്ക് പുറകെ നിങ്ങൾ ഏറ്റു പറയൂ. மூணாவது முறை சொல்லும்போது, മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ அந்த இரத்தத்தில் இருக்கிற வல்லமை நீங்க இப்பொழுது அனுபவிப்பீங்க. ആ രക്തത്തിലുള്ള ശക്തി നിങ്ങൾ ഇപ്പോൾ അനുഭവിപ്പാൻ പോകുകയാണ്. ஒரு சொட்டு ரத்தம் போதும், ഒറ്റ തുള്ളി രക്തം മതി. ஒரு பக்கெட் ரத்தம் வேண்டாம், ഒരു ബക്കറ്റ് രക്തം വേണ്ട. இயேசுவின் ஒரு சொட்டு ரத்தம் போதும். ഒറ്റ തുള്ളി രക്തം മതി. உன்னுடைய வியாதியை நீக்குவதற்கு, നിന്റെ രോഗത്തിന് സൗഖ്യമാകും. பாவத்தை நீக்குவதற்கு, നിന്റെ പാപത്തിന് വിടുതൽ നൽകും. சாபத்தை நீக்குவதற்கு നിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ നൽകും. ஒரு சொட்டு ரத்தம் போதும். ഒരു തുള്ളി രക്തം മതിയാകും. ஒரு சொட்டு ரத்தம் போதும். ഒരു തുള്ളി രക്തം മതിയാകും. இந்த ரத்தம் நம்ம மேல் தெளிக்கப்படுவதாக. ഇപ്പോൾ തന്നെ ആ രക്തം നമ്മുടെ മേൽ തളിക്കുന്നു. യേശു നമ്മുടെ രക്തത്തോട് നമ്മുടെ മധ്യത്തിൽ இருக்கிறார். യേശു രക്തത്തോടു കൂടി നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. ഉயிருള്ള രക്തം, ജീവനുള്ള രക്തം என் மேல ரத்தத்தை தெளிச்சா എന്റെ മേൽ ആ രക്തത്തെ உங்க തളിച്ചെങ്കിൽ மேல தெளிக்க மாட்டாரா? നിങ്ങളുടെ മേൽ അത് തളിക്കുകയില്ലയോ? നമ്മുടെ രക്തത്തെ தெளிக்க போகிறார். ഇതാ യേശു അത് തളിക്കുവാൻ പോകുന്നു. அது தெய்வீக பாதுகாப்பை நமக்கு தருகிறது. അങ്ങനെ ദൈവിക സുരക്ഷ നമുക്ക് തരുന്നു. நான் சொல்ல எனக்கு பின்னால சொல்லுங்க. ഞാൻ പറയുന്നതിന് ശേഷം നിങ്ങൾ சொல்லும்போது, മൂന്നാമത് പറയുന്നതിന് ശേഷം கிருபையினால் நான் விசுவாசிக்கிறேன், കൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു, உங்க எல்லாரும் மேலையும் നിങ്ങൾ എല്ലാവരുടെ മേലും தம்முடைய ரத்தத்தை தெளிப்பார். കർത്താവ് തന്റെ രക്തത്തെ அந்த തളിക്കും. ரத்தத்தினால ஒரு விடுதலை இருக்கிறது. ആ രക്തത്തിൽ നിങ്ങൾക്ക് அந்த വിടുതലുണ്ട്. ரத்தத்தில் ஒரு ஜெயம் இருக்கிறது. രക്തത്തിൽ നിങ്ങൾക്ക് அந்த ജയമുണ്ട്. ரத்தத்தில் ஆரோக்கியம் இருக்கிறது. രക്തത്തിൽ നിങ്ങൾക്ക് அந்த ആരോഗ്യമുണ്ട്. இயேசுவின் ரத்தத்தில் சமாதானம் இருக்கிறது. യേശുവിന്റെ രക്തത്തിൽ அந்த സമാധാനമുണ്ട്. இயேசுவின் ரத்தத்தில் ஆசீர்வாதம் இருக்கிறது. യേശുവിന്റെ രക്തത്തിൽ അനുഗ്രഹമുണ്ട്. இயேசுவின் ரத்தத்தில் பரிசுத்தம் இருக்கிறது. യേശുവിന്റെ രക്തത്തിൽ വിശുദ്ധി ഉണ്ട്. இயேசுவின் ரத்தத்தில் பாதுகாப்பு இருக்கிறது. യേശുവിന്റെ രക്തത്തിൽ സൂക്ഷിപ്പ് ഉണ്ട്. ஆயத்தப்படுங்கள், ഒരുങ്ങിക്കൊള്ളുക. நான் சொல்ல போகிறேன். ഞാൻ പറയുവാൻ പോകുന്നു. இயேசுவின் ரத்தம் ஜெயம். യേശുവിന്റെ രക്തം ജയം. முதலாவது முறை சொல்லி இருக்கிறவர், இரண்டாவது முறை சொல்ல போறோம். രണ്ടാമത്തെ പ്രാവശ്യം പറയുവാൻ പോകുന്നു. யாரு கையை கீழே இறக்காதீங்க. ആരും കൈകൾ താഴെ ഇടക്കരുത്. நீங்க யாரா இருந்தாலும் சரி, നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും, எத்தனை சீனியர் விசுவாசியா இருந்தாலும் சரி, എത്ര സീനിയർ വിശ്വാസിയായിരുന്നാലും, உனக்கு இயேசுவின் ரத்தம் இப்பொழுது தேவை. നിനക്ക് യേശുവിന്റെ രക്തം ഇന്ന് ഇപ്പോൾ ആവശ്യം. குடும்பத்துக்கு இயேசுவின் ரத்தம் தேவை. നിന്റെ കുടുംബത്തിന് യേശുവിന്റെ രക്തം ആവശ്യം. நான் இரண்டாவது முறை சொல்ல போகிறேன். രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നു. இயேசுவின் ரத்தம் ஜெயம். യേശുവിൻ രക്തം ജയം.
மூணாவது முறை சொல்ல போகிறேன். മൂന്നാമത്തെ പ്രാവശ്യവും പറയുന്നു, வெக்கப்படாதீங்க. ലജ്ജിക്കേണ്ട. இதோ அவருடைய ரத்தம் தெளித்து கொண்டே இருக்கிறார். ഇതാ രക്തത്തെ നിന്റെ മേൽ അത്രേ തളിച്ചുകൊണ്ടിരിക്കുന്നത്. நான் கிருபையில் மேல் நின்று கொண்டு விசுவாசத்தோடு சொல்லுகிறேன். കൃപയാൽ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ. நான் கிருபையில் மேல் நின்று கொண்டு விசுவாசத்தோடு சொல்லுகிறேன். കൃപയാൽ വിശ്വാസത്തിൽ ഞാൻ നിന്നുകൊണ്ട് പറയട്ടെ. இதோ 1000-10,000 தூதர்கள் நம்முடைய மேத்துல இறங்குகிறார்கள். ആയിരക്കണക്കിന് 10,000-കണക്കിന് ദൈവദൂതന്മാർ നമ്മുടെ മധ്യേ ഇറങ്ങിയിരിക്കുന്നു. நீ அவருடைய ரத்தத்தை அறிக்கையிட்டுக் கொண்டிருக்கிறபடியினால் നീ അവന്റെ രക്തത്തെ അല്ലയോ ഏറ്റുപറയുന്നത്? இதோ ஒவ்வொரு தூதர்களும் தம்முடைய ரத்தத்தை தெளிக்கிறார்கள். എല്ലാ ദൂതന്മാരും നിന്റെ മേൽ യേശുവിന്റെ രക്തം തളിക്കുകയാണ്. அந்த ரத்தத்தில் இருக்கிற வல்லமை நாம் அனுபவித்துக் கொண்டிருக்கிறோம். ആ രക്തത്തിലെ ശക്തി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. யாரு கண்ணை திறக்காதீங்க. ആരും കണ്ണു തുറക്കരുത്. இன்றைக்கு உனக்கு விடுதலை கர்த்தர் தருகிறார். ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വിടുതൽ തരുന്നു. உன்னை மாயையின் மறைவிடத்திலிருந்து வெளியே கொண்டு வருகிறார். നിന്നെ വ്യാജമെന്ന മറവിടത്തിൽ നിന്ന് പിടിച്ചു വെളിയിൽ உன்னை കൊണ്ടുവരുന്നു. மனவாட்டியாய் மாற்றக்கூடிய முதல் மறைவிடத்துக்கு கொண்டு வருகிறார். നിന്നെ മണവാട്ടിയായി രൂപാന്തരപ്പെടുത്തേണ്ടതിനുള്ള മറവിടത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നു. ஆயத்தப்படுங்கள். ഒരുങ്ങിക്കൊള്ളുക. அநேகர் மேல கர்த்தர் தெளித்துக் கொண்டே இருக்கிறார். വീണ്ടും അവൻ രക്തത്തെ തളിക്കുന്നു. நான் மூணாவது முறை சொல்லும் போது മൂന്നാമത്തെ പ്രാവശ്യം പറയുമ്പോൾ கிருபையின் மேல் நின்று கொண்டு விசுவாசத்தோடு சொல்லுகிறேன். കൃപയിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, இந்த சத்தத்துக்கு பரலோகம் அமைதியாக இருக்காது. ഈ ശബ്ദത്തിന് ആരും മൗനമായിരിക്കരുത്. 1000-10,000 தூதர்கள் உருவின பட்டயத்தோடு இறங்குகிறார்கள். 1000-10,000 ദൂതന്മാർ ഊരി പിടിച്ച വാളുമായി இயேசுவின் ரத்தத்தை கையில் வைத்திருக்கிறார்கள். യേശുവിന്റെ രക്തമാകുന്നു അവരുടെ കൈകളിൽ ഇരിക്കുന്നത്. இயேசுவின் ரத்தத்தை கையில் வைத்திருக்கிறார்கள். യേശുവിന്റെ രക്തമാകുന്നു അവരുടെ കൈകളിൽ ഇരിക്കുന്നത്. கிருபையினால் உன்மேல் அவர்கள் தெளித்துக் கொண்டிருக்கிறார்கள். കൃപയാൽ നിന്റെ മേലും അവൻ തളിച്ചുകൊണ്ടിരിക്കുന്നു. யாரு கண்ணை திறக்காதீங்க. ആരും കണ്ണു തുറക്കരുത്. நான் மூன்றாவது முறை சொல்ல போறேன். മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നു, ஊழியர்களே, விசுவாசிகளே, ശുശ്രൂഷകരെ, വിശ്വാസികളെ, புதிய ஆத்துமாக்களே, പുതിയ ആത്മാക്കളെ, எல்லாருக்கும் இயேசு தம்முடைய ரத்தத்தை தெளிக்கிறார். യേശു തന്റെ രക്തത്തെ തളിച്ചുകൊണ്ടിരിക്കുന്നു. மூன்றாவது முறை சொல்லும் போது മൂന്നാമത്തെ പ്രാവശ്യം ஒரு പറയുമ്പോൾ மகிமையின் அக்கினி, ഒരു തേജസ്സിന്റെ അഗ്നി, பரிசுத்தத்தின் அக்கினி, ഒരു വിശുദ്ധിയുടെ അഗ്നി, வல்லமையின் அக்கினி, ശക്തിയുടെ അഗ്നി, விடுதலையின் அக்கினி, വിടുതലിന്റെ അഗ്നി, சத்துருவை சாம்பலாக்கக்கூடிய அக்கினி ശത്രുവിനെ ചാമ്പലാക്കി തീർക്കുന്ന അഗ്നി நம்முடைய மத்தியில பத்தி எரிய போகிறது. നമ്മുടെ മധ്യത്തിൽ കത്തി കത്തി എരിയുവാൻ പോകുന്നു. ஹalleluya, 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 ஹalleluya. ரபரகரபக துடபகரபரியா சிதபகரபௌரியா துடகரபலகர துடமாலியா இயேசுவின் நாமத்தில் கிரபல துடபல கிரமாலியா. ஆண்டவரே, இயேசுவே, இயேசுவே, இயேசுவே. Hallelujah! 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 Yesve! 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 Şimdi bakıra tuna bala. Kırmızı kıra oraya kıra tuna. Şimdi bana kıra. மூணாவது முறை நான் சொல்ல போறேன். മൂന്നാമത്തെ പ്രാവശ്യം പറയുവാൻ அது പോകുന്നു. சொல்றதுக்கு முன்னாலேயே கர்த்தருடைய மகிமை நக்கினி பற்றி ஏறி ஆரம்பித்து விட்டது. പറയുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ടില്ലേ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മുമ്പിൽ കത്തി நீ എരിഞ്ഞിരിക്കുകയാണ്. பயப்படாதே. ഭയപ്പെടേണ്ട ആവശ്യമില്ല. உன்னை பயமுறுத்துகிற வல்லமைகளை கர்த்தர் தம்முடைய ரத்தத்தினால் விடுதலையாக்குகிறார். നിന്നെ ഭയപ്പെടുത്തുന്ന ദുഷ്ട ശക്തികളെ അവൻ തന്റെ രക്തത്താൽ നിർമൂലമാക്കിയ இயேசு பெரியவர். യേശുവിന്റെ പൈതലേ, இயேசு வல்லமையுள்ளவர். യേശുവിന്റെ ശക്തിയിൽ இயேசு விடுவிக்கிறவர். യേശു വിടുവിക്കുന്നു. அவருடைய ரத்தம் பாய்ந்து கொண்டிருக்கிறது. അവന്റെ രക്തം ഭയങ്കര ശക്തിയുള്ളതാകുന്നു. ஈரமுள்ள ரத்தம். അത് നനവുള്ള രക്തം. ஈரமுள்ள അത് ரத்தம். നനവുള്ള രക്തം. ஜீவனுள்ள ரத்தம். ജീവൻ തുടിക്കുന്ന രക്തം. வல்லமையுள்ள ரத்தம். ശക്തിയുള്ള രക്തം. நீ திரும்பி போகும்போது നീ മടങ്ങി പോകുമ്പോൾ உன் சரீரத்தில் இயேசு தம்முடைய ரத்தத்தை தெளித்து இருக்கிறார். നിന്റെ ശരീരത്തിൽ യേശു തന്റെ രക്തം തളിച്ചിരിക്കും. உன்னுடைய ஆவி ஆத்மா சரீரத்தில் இயேசுவின் ரத்தம் உண்டு. ദേഹം ദേഹി ആത്മാവിൽ യേശുവിന്റെ രക്തം ഉണ്ടായിരിക്കും. நான் கிருபையினால் விசுவாசிக்கிறேன். ഞാൻ കൃപയിനാൽ വിശ്വസിക്കുന്നു. இப்பொழுது மூன்றாம் முறை நாம் சொல்லும்போது മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറയുമ്പോൾ நீங்க இங்க இருக்கிறீங்க. നിങ്ങൾ ഇവിടെ ഇരുന്നാലും இதோ தூதர்கள் உங்கள் வீடுகளுக்கு பறந்து போகிறார்கள். ദൂതന്മാർ പോകുന്നത് നിങ്ങളുടെ ഭവനങ്ങളിലേക്കാകുന്നു. உங்கள் வீடுகளில் இயேசுவின் ரத்தத்தை தெளிக்க போகிறார்கள். നിന്റെ വീടുകളിൽ യേശുവിന്റെ രക്തം തളിക്കുന്നു. நீ திரும்பி போகும்போது നീ മടങ്ങി പോകുമ്പോൾ உன்னுடைய வீட்டுக்குள்ளே உன்னுடைய வாசலில் இயேசுவின் ரத்தம் தெளிக்கப்பட்டிருக்கும். വീടിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ യേശുവിന്റെ രക്തം വാതിൽക്കൽ
ഒരിക്കൽ കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ രക്തം ജയം. ഓ റബ റബ ഖുദാ ബലിയ ഖുദാ 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 ഖുദാ. ശക്തിയുണ്ട്, ഉണ്ട് അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ. ശക്തിയുണ്ട്, ഉണ്ട് അത്ഭുത ശക്തി കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി യേശുവേ രക്തത്തിൽ. ശക്തിയുണ്ട്, ഉണ്ട് അത്ഭുത ശക്തി കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ഉണ്ട് അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ. അത്ഭുത ശക്തി കുഞ്ഞാട്ടിൻ രക്തത്തിൽ. അത്ഭുത ശക്തി യേശുവേ உனக்கு விடுதலை, നിനക്ക് വിടുതൽ, கிருபையினால் உனக்கு ஜெயம், കൃപയാൽ നിനക്ക് ജയം, இயேசுவின் ரத்தத்தினால் உனக்கு பாதுகாப்பு, യേശുവിന്റെ രക്തത്താൽ നിനക്ക് സൂക്ഷിപ്പ്. மாயையின் மறைவிடத்திலிருந்து அந்த ரத்தம் உன்னை விடுதலையாக்கி மணவாட்டிக்குரிய மறைவுக்கு உன்னை கொண்டு வருகிறார். വ്യാജമായ ശരണത്തിൽ നിന്ന്, മറവിടത്തിൽ നിന്ന് യേശുവിന്റെ രക്തം നിന്നെ പിടിച്ച് മണവാട്ടിയുടെ മറവിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. அவருடைய ரத்தத்தோடு நாம் மகிமைக்குள் போக போகிறோம். അവന്റെ രക്തത്തോട് ചേർന്ന് നാം തേജസ്സിലേക്ക് இந்த പ്രവേശിക്കും. பூமியில விடுதலை மாத்திரமல்ல, ഈ ഭൂമിയിൽ ഒരു വിടുതൽ മാത്രമല്ല, நம்ம நித்திய மகிமைக்குள் பிரவேசிக்கும் போது നിത്യ തേജസ്സിലേക്ക് നാം அந்த പ്രവേശിക്കുമ്പോൾ ரத்தத்தோடு பிரவேசிப்போம். അതേ രക്തത്തോടായിരിക്കും നാം പ്രവേശിക്കുന്നത്. ஹல்லேலூயா, ஹல்லேலூயா. ரத்தத்தின் பலனால் வாழுவேன் சொர்க்கத்தில் கோடி கோடி யுகங்களாக. ரத்தத்தின் பலனால் வாழுவேன் சொர்க்கத்தில் கோடி கோடி யுகங்களாக. ஏன் பாக்கியம் நினைக்கையே என் உள்ளம் தோழே பூலோக சுகம் தள்ளின மெய் பாக்கியம் நித்தியமாம் ராஜ்யத்தில் அங்குதான் தாழிடும் ராஜ்யமோ அங்குதான் எப்போதும்
രക്തത്തെ